റൗണ്ട് പൂർത്തിയായപ്പോൾ ലീഡ് 737 വോട്ട് മാത്രമാണ്. അവിടെ പല മടങ്ങ് ഇരട്ടി. 10 വർഷത്തിന് ശേഷം ആഘോഷിക്കാൻ ഒരു സമയം ഇന്ന് ആഘോഷത്തിലേക്ക് പിന്നെ എപ്പോ എന്നായിരിക്കും അല്ലേ ആഘോഷിക്കുന്നത്? അവർ ആലോചിക്കുന്നുണ്ടാവുക തീർച്ചയായും. പായസം വെച്ചും ബിരിയാണി വെച്ചും, പക്ഷേ കൊടി ഇപ്പോഴും കെ.സി. വേണുഗോപാലിന്റെ ആണ് എന്നുള്ളതാണ്. അതിലും അല്ല, അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ കെ.സി. വേണുഗോപാൽ നേതാവല്ലേ, കൊടി പിടിച്ചോട്ടെ, കെ.സി. വേണുഗോപാലിന്റെ പടം പിടിച്ചോട്ടെ, പക്ഷെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുകയല്ലേ കാവ്യനീതി എന്നുള്ള പ്രത്യേകിച്ച് ഒരു തരംഗം, ഇത്രയധികം ഒരു തരംഗത്തിൽ 90 വരെ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി, അദ്ദേഹത്തിന്റെ പ്രഡിക്ഷനുമാണല്ലോ നിലവിൽ ഇവിടെ അല്ലേ ചിത്രത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു പോരാട്ട ചിത്രമായി തെളിഞ്ഞിരിക്കുന്നത്. ആ ഘട്ടത്തിലെങ്കിലും 90-47-3 90-47 ഇതാണ് ഇപ്പോഴത്തെ നമ്പർ എന്നുള്ളത്. 90-47-3. റൈറ്റ്, അവിടെ KPCC ആസ്ഥാനത്ത് ആണ് അവിടെ ഈ ഘട്ടത്തിൽ വരുന്ന കാര്യം. പറവൂരിൽ വി.ഡി. സതീശൻ വീണ്ടും ലീഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. 995 വോട്ടുകൾക്ക് മുന്നിൽ ടൈസൺ മാസ്റ്ററേക്കാൾ എന്നുള്ള വാർത്തകൾ. ലീഡിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിരുന്നു. ടൈസൺ മാസ്റ്ററേക്കാൾ ലീഡിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ മാത്രമാണ് ടൈസൺ മാസ്റ്റർ 253 വോട്ടുകൾക്ക് ലീഡ് നേടിയത്. അത് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. വി.ഡി. സതീശൻ തന്നെ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. നെടുമങ്ങാട് GRNൽ 3184 വോട്ടുകൾക്ക് മുന്നിലാണ്. അതായത് ചിഞ്ചുറാണി, GR അനിൽ, P പ്രസാദ്, അങ്ങനെ CPIയുടെ മന്ത്രിമാർ ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ. അതേസമയം CPIMന്റെ മന്ത്രിമാരിൽ സജി ചെറിയാനുണ്ട്, ലീഡ് ചെയ്യുന്നത് സജി ചെറിയാനുണ്ട്. ഇപ്പോൾ പിന്നെ ആരാണ് ലീഡ് ചെയ്യുന്നത്? ഒരാൾ കൂടി ഉണ്ടായിരുന്നു, KN ബാലഗോപാൽ. ഈ കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ. ഇങ്ങനെ 2 പേർ മാത്രമാണ് മന്ത്രിമാർ, CPIMന്റെ മന്ത്രിമാർ ലീഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ മന്ത്രിമാരും പിന്നിലാണ് എന്നുള്ളതാണ്.